ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെനിക്ക് കൊല്ലത്തുനിന്ന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു. 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിൽ ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു സ്കേർട്ടിന് 1 സൈഡ് ഇലാസ്റ്റിക്കും 1 സൈഡ് ബെൽറ്റും ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത്, നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കണമല്ലോ. കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എന്നാൽ അധികം ലൂസാവും ചെയ്യരുത്, അധികം ടൈറ്റ് ആവും ചെയ്യരുത്. ഈ ഒരു പാറ്റേണിൽ ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പം മുന്നത്തെ വീഡിയോയിലൊക്കെ കുറേ പേര് കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, അത്യാവശ്യം ഇത് നമുക്ക് വലിച്ചിട്ട് ഇടാൻ പറ്റുന്ന രൂപത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഇടുമ്പോൾ ഹിപ്പിൻ്റെ അതിലൂടെ നമ്മൾ കയറ്റിയിട്ട് ഇടണമല്ലോ, അപ്പോൾ അവിടെ ടൈറ്റ് ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് മാക്സിമം വലിച്ചിടാൻ പറ്റുന്ന രൂപത്തിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള ഫാബ്രിക് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നെറ്റിൻ്റെ ഫാബ്രിക്കിലാണ് വർക്ക് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. നെറ്റിലാണ് വർക്ക് മെറ്റീരിയൽ എടുക്കുന്നത്. അതുപോലെ തന്നെ സ്കേർട്ടും ടോപ്പും ചെയ്യാനായിട്ട് വെൽവെറ്റിൻ്റെ ക്ലോത്തും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് സ്കേർട്ടും ടോപ്പും ചെയ്യാനായിട്ട് ഞാൻ 2.5 മീറ്ററാണ് വെൽവെറ്റിൻ്റെ ഫാബ്രിക് എടുത്തിട്ടുള്ളത്. നെറ്റിൻ്റെ ഫാബ്രിക് 1 മീറ്ററും എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീറ്റർ ലൈനിങ്ങും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. ക്രൈപ്പാണ് ലൈനിങ് എടുക്കുന്നത്. പിന്നെ ബോർഡർ ലേസും അതുപോലെ തന്നെ കുറച്ച് വീതി കുറഞ്ഞ ലേസും കൂടെ എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ 2 ഷോൾഡറിൻ്റെ അതിലൂടെ വർക്ക് വരുന്നില്ലേ, അപ്പോൾ ആ ബോർഡർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ നമ്മുടെ സ്കേർട്ടിൻ്റെ അരവണ്ണം 1 സൈഡ് ഇലാസ്റ്റിക്കും 1 സൈഡ് ബെൽറ്റും ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് ഞാൻ ചെറിയൊരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ 3 വയസ്സായ കുട്ടിയുടെ മെഷർമെൻറ്റ്സിലാണ് ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്കിവിടെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് കിട്ടിയിട്ടുള്ളത് 20 ഇഞ്ചസാണ്. ഇനി നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അത് നിങ്ങൾ ഇതുപോലെ ഒന്ന് മനസ്സിലൊന്ന് കരുതാം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് 1 സൈഡ് ബെൽറ്റും 1 സൈഡ് ഇലാസ്റ്റിക്കുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമ്മൾ 1 സൈഡ് ബെൽറ്റും 1 സൈഡ് ഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ബെൽറ്റ് കുറച്ചിട്ട് ഇലാസ്റ്റിക് കൂടുതലെടുക്കുക, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. 2 സൈഡും നമ്മൾ സെയിം ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം. അപ്പം 1 സൈഡ് ഇലാസ്റ്റിക്കും 1 സൈഡ് ബെൽറ്റും ഇതൊന്ന് ഞാനിവിടെ ഒന്ന് എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് സൈഡിൽ ബെൽറ്റും ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ആണല്ലോ, നോർമലി അങ്ങനെ തന്നെയാണല്ലോ വരാറ്. അപ്പോൾ അതും കൂടെ ഞാനിതിൻ്റെ സൈഡിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ നമ്മുടെ ടോട്ടൽ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ അതൊന്ന് എടുക്കുക കേട്ടോ. ഈ ടോട്ടൽ വേസ്റ്റ് റൗണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കാരണം ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് വരണമല്ലോ. അപ്പോൾ ഫ്രണ്ടിലാണ് ബെൽറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്കിവിടെ 10 കിട്ടി കേട്ടോ. 10 ഇഞ്ചസാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഇലാസ്റ്റിക്കിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 10 കിട്ടി. അപ്പം ഫ്രണ്ടിലും നമ്മൾ 10 ഇഞ്ചസാണ് എടുക്കേണ്ടത്, ബാക്കിലും നമ്മൾ 10 ഇഞ്ചസാണ് എടുക്കേണ്ടത്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ 10 ഇഞ്ചസും 10 ഇഞ്ചസും കൂട്ടിയാൽ നമുക്ക് 20 ഇഞ്ചസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ഇതിൽ 2 സൈഡിലും തയ്യൽ തുമ്പിന് പോകും. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് 1/2 ഇഞ്ച് 2 സൈഡിലും പോയാൽ 1 ഇഞ്ച് നമുക്ക് ആ 10ൽ നിന്ന് കുറഞ്ഞിട്ട് 9 ഇഞ്ചസ് കിട്ടും. ബാക്ക് സൈഡിലും അതുപോലെ തന്നെയാണ്. 10 ഇഞ്ചസിൽ നിന്ന് 2 സൈഡിലും തയ്യൽ തുമ്പിന് പോയാൽ നമുക്ക് 9 ഇഞ്ചസായിട്ട് ചുരുങ്ങും. അപ്പം നമുക്ക് ടോട്ടൽ 18 ഇഞ്ചസാണ് കിട്ടുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമ്മുടെ ടോട്ടൽ വേസ്റ്റ് റൗണ്ടിൽ നിന്നും എപ്പോഴും 2 ഇഞ്ച് കുറച്ചിട്ട് വേണം നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യാനായിട്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുക, അതിൽ നിന്നും തയ്യൽ തുമ്പിന് കുറഞ്ഞോട്ടെ. ഇല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് അരവണ്ണം ലൂസായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇലാസ്റ്റിക് വെച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ചൊരു വലിഞ്ഞ് വന്നിട്ട് പിന്നെ ടൈറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ഫാബ്രിക്കിൽ നിന്നും എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് എനിക്ക് 4.5 ഇഞ്ചസാണ് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2.25 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഫ്രണ്ടിൽ ബെൽറ്റിൻ്റെയും ബാക്കിൽ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്താണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു 10 ഇഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഇലാസ്റ്റിക് ഇടാൻ നമ്മൾ ഫാബ്രിക് എടുക്കുമ്പോൾ അതിൻ്റെ ഡബിളാക്കിയാണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഇലാസ്റ്റിക് വലിഞ്ഞ് വരുമ്പോൾ ആ ഫാബ്രിക് അതിനനുസരിച്ച് വലിഞ്ഞ് വരണമല്ലോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഫ്രണ്ടിൽ ബെൽറ്റിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 4.5 ഇഞ്ചസ് ആയിട്ടാണ് കിട്ടുക. രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇനി ഇലാസ്റ്റിക്കും കൂടെ നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. തയ്യൽ തുമ്പിനോ ഒന്നും നമ്മൾ എക്സ്ട്രാ എടുക്കുക തന്നെ വേണ്ട. ആ ഉള്ള എത്രയോ മെഷർമെൻറ്റ്സ് അത് നമുക്ക് എടുത്താൽ നമുക്കിതൊരു 9-9.25 ഇഞ്ചൊക്കെ ആയിട്ട് കിട്ടും. അത്രയും നിന്നോട്ടെ. അപ്പോൾ ഇതാ ഇലാസ്റ്റിക് എടുത്തതിൻ്റെ ഡബിൾ ആക്കിയിട്ടാണ് നമ്മൾ ഫാബ്രിക് എപ്പോഴും എടുക്കേണ്ടത് കേട്ടോ. ഇത് അത്യാവശ്യം വലിച്ചു നീട്ടി നമുക്ക് ഇടാൻ പറ്റണം. അപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് എനിക്ക് 10 ഇഞ്ചായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് 10 10 20 ഇഞ്ചസ്, പിന്നെ എനിക്കിവിടെ 2 ഇഞ്ച് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് 10 മുതൽ 15 ഇഞ്ചസ് വരെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ 12 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ഡബിൾ എടുക്കുമ്പോൾ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമുക്ക് കുറയാൻ പാടില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം ഈ ഒരു ഇലാസ്റ്റിക്കിലേക്ക് അത് വലിച്ചു നീട്ടി ഇടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എടുക്കുന്നത് നന്നായിരിക്കും. ഇത്രയും ഭാഗം ഇലാസ്റ്റിക്കിലേക്ക് നമുക്ക് ചുരുക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമുക്ക് ബാക്ക് ഭാഗമാണ്, ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. അപ്പം ഉൾവശത്താണ്, നല്ല വശം പുറത്തേക്കാക്കിയിട്ടാണ് ഉൾവശത്ത് ഇതുപോലെ ഇലാസ്റ്റിക്കും കൂടി കൂട്ടിയിട്ട് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ അതിൻ്റെ എഡ്ജിലൂടെ ആയിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിനെ നമുക്കിപ്പോൾ ഇലാസ്റ്റിക്കിലേക്ക് നമ്മൾ ചുരുക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് കുറച്ച് കാണുന്ന വിധം ആവുമ്പോൾ നമ്മൾ നിർത്തി വെച്ചിട്ട് പിന്നെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ കൊള്ളാൻ തന്നെ പാടില്ല കേട്ടോ. കാരണം നമ്മൾ ഫാബ്രിക്കിനെ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ കൊണ്ടാൽ അപ്പോൾ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു ഫാബ്രിക് 22 ഇഞ്ചസാണ് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ടും ഇതുപോലെ ഇലാസ്റ്റിക്കിനെ വലിച്ച് നമ്മൾ ഈ ഒരു എഡ്ജിലേക്കും കൂടി എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കും കൂടി കൂട്ടിയിട്ട് ആ ഒരു ഭാഗം 2-3 ലോക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇലാസ്റ്റിക്കിന് നമ്മൾ 2-3 പ്രാവശ്യം വലിക്കുമ്പോൾ ആ ഒരു ചുരുക്കുണ്ടല്ലോ അത് എല്ലായിടത്തും ഒരേപോലെ വരുന്നത് പോലെ നമുക്ക് കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ വലിച്ചൊരു സൈഡിലേക്ക് ഇങ്ങോട്ട് തിങ്ങിയിട്ടുണ്ടാവും. ഇതുപോലെ 2-3 വലിക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ചുരുക്ക് സെയിം അളവിൽ വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മുകളിൽ എക്സ്ട്രാ സ്റ്റിച്ചിങ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് മെയിൻ പീസിൻ്റെ ഉള്ളിലേക്ക്, നല്ല വശത്തിനുള്ളിലേക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റിച്ചിങ് ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് ഉള്ളിലേക്കാക്കി വരുന്ന രൂപത്തിൽ വെക്കണം കേട്ടോ. സ്റ്റിച്ചിങ്ങിൻ്റെ ഉൾഭാഗത്തേക്ക് ഒരു പൊടിക്ക് നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മറിച്ചിട്ടെടുക്കുമ്പോൾ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റിച്ച് കാണാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പൊടിക്ക് ഉള്ളിലേക്കാക്കിയിട്ട് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് നോക്കുമ്പോൾ മുകൾ ഭാഗം നമുക്ക് പൊങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെക്കുമ്പോൾ ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ, രണ്ടും കൂടി ജോയിൻ വരുമ്പോൾ മുകൾ ഭാഗം പൊങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കുറച്ച് വലിച്ചിട്ട് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ട് തന്നെ നമ്മൾ 2-3 സ്റ്റിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി എക്സ്ട്രാ വന്നിട്ടുള്ള പീസിനൊക്കെ കട്ട് ചെയ്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ട് എടുക്കുമ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട് കേട്ടോ. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഇത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തൊരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ലൈനിലൂടെ നമുക്ക് ഫ്രണ്ടിലും ഒരു ലൈന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എത്രയാണ് കിട്ടുന്നതും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ഭാഗത്ത് 9.25 കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും കൂടി ആയിട്ട് 18 ഇഞ്ചസാണ് കിട്ടുന്നത്. അപ്പോൾ 20 ഇഞ്ചസിലേക്ക് ഒരു 1.5 ഇഞ്ചസാണ് എനിക്ക് ഇവിടെ കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മതി കേട്ടോ. എന്നാലും നമുക്ക് ആ ഒരു ഭാഗം ടൈറ്റായിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ സ്കേർട്ടിൻ്റെ പോർഷൻ ഇതേപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബെൽറ്റിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, നമുക്ക് ചുരുക്കിട്ട് എടുക്കുമ്പോൾ ഇത് ഷേപ്പ് മാറാതിരിക്കാൻ ഒരു ലൈന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷന് ഈ ഒരു ബെൽറ്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രൂപത്തിലാണ് ചെയ്തെടുക്കുന്നത്. ബെൽറ്റിൻ്റെ നല്ല വശവും ഫാബ്രിക്കിൻ്റെ നല്ല വശവും കറക്റ്റാക്കി വെച്ചിട്ട്
വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാതെ ഉള്ളിലേക്ക് മറിഞ്ഞ് നിൽക്കുന്ന രൂപത്തിലായിരിക്കും ഇത് വരിക. അപ്പോൾ സ്കേർട്ടിൻ്റെ പോർഷന് ഞാൻ ആദ്യമേ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ലൂസായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഞൊരുക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അതൊന്ന് ലെവൽ ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു പാറ്റേണിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഞൊരുക്ക് പിന്നെ ഇടേണ്ട ആവശ്യമില്ലല്ലോ, മറ്റേ നമ്മൾ ഓരോ ഞൊരുക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ ഇതുപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, അത്രേ പണിയുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മൊത്തമായിട്ട് റൗണ്ടിലങ്ങ് ഈ ഒരു താഴെ ഭാഗം അതുപോലെ തന്നെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ വേൽവെറ്റിൻ്റെ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഇതുപോലെ കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് പീസിനെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ട് അതിനെയും ഉള്ളിലേക്ക് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ചെയ്തെടുക്കുമ്പോഴാണ് തയ്യൽ തുമ്പ് കാണാതിരിക്കുക കേട്ടോ. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മെഷർ ചെയ്തെടുത്തപ്പോൾ എനിക്കൊരു 9.25 ഇഞ്ചാണ് കേട്ടോ കിട്ടിയത്. രണ്ട് സൈഡിലും കൂടെ നോക്കിയിട്ട് ടോട്ടൽ 18 ഇഞ്ചസാണ് കേട്ടോ കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു സ്കേർട്ടിന് അത്യാവശ്യം നല്ല ഞൊറിവ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതേപോലെ നമുക്ക് ഉൾവശത്ത് ലൈനിങ് കൂടെ അറ്റാച്ച് ചെയ്തെടുത്തപ്പോൾ ഉൾഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പ് കാണാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്കേർട്ടിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ല വീതിയിൽ വരുന്ന ബോർഡർ ലേസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെഡിഷ് മെറൂണിലേക്ക് ഈ ഒരു ഗോൾഡൻ കളർ ലേസും കൂടെ വന്നപ്പോൾ കാണാൻ നല്ല ലുക്ക് തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റിന് ഉണ്ടായിരുന്നു കേട്ടോ. വെൽവെറ്റിലായതുകൊണ്ട് തന്നെ പ്രീമിയം ലുക്കാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന് നൽകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.